ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ലഷിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ സമൂസയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് ചിക്കൻ സമൂസയിലേക്കുള്ള ചേരുവകൾ എടുത്തു വെക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 2 മീഡിയം തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഫൈനായിട്ട് ക്യൂബ് പോലെ കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 വലിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ചോപ്പറിലാണ് ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ സൈസിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിപ്പം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ക്യാബേജ് അരിഞ്ഞെടുക്കാം. ഇത് കുറേ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിയും മുളകൊക്കെ അരിഞ്ഞെടുക്കാം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിനാവശ്യമുള്ള ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കുക. അത് വേവിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. ഫ്രൈ ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയിലേക്കുള്ള ഫില്ലിങ്സ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ എണ്ണ ചൂടായതിന് ശേഷം ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായി ട്രാൻസ്പെറൻ്റ് ആയതിനു ശേഷം നാം ടൊമാറ്റോ ആഡ് ചെയ്യാം. അത് നന്നായി വഴണ്ടിയിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചിക്കൻ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം.
അറ്റ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് മുളകും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ സമൂസ ഫില്ലിംഗ് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സമൂസയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സമൂസയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.